പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി എന്നോട് നിരന്തരമായിട്ട് കോപിക്കുകയും പലപ്പോഴും കുറ്റപ്പെടുത്തുകയും ഡബിൾ മീനിങ് പോലുള്ള പദപ്രയോഗങ്ങളിലൂടെയൊക്കെ വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പലതവണ അദ്ദേഹവുമായി വ്യക്തിപരമായി സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അതിനൊന്നും എനിക്ക് ഇടം കിട്ടിയില്ല. അവസാനം വലിയ വേദനയും ദുഃഖമാണ്. നമുക്കറിയാലോ, ജീവിതത്തിൽ തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകുമ്പം നമുക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം ആ കാസിയും പീലാസിയും ഒക്കെ ഉയർത്തുമ്പോൾ ആ വ്യക്തിയെ, കുടുംബത്തെ സമർപ്പിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ആ വ്യക്തി എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിലെ ചില പാളിച്ചകളൊക്കെ പറ്റി ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാൻ മാപ്പ് ചോദിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് എന്നോട് പറയുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരേ ഒരു അപേക്ഷ, ജീവിതം കൊണ്ട് ഇനി ഇതൊന്ന് കാണിച്ചു തരാമോ? ഈ ആവർത്തിച്ച കാര്യങ്ങൾ ഇനിയും ചെയ്യില്ല എന്നുള്ളത് ജീവിതം കൊണ്ടൊന്ന് കാണിച്ചു തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 6.5 വർഷമായി അദ്ദേഹം എടുത്ത ആ വാക്ക് നിറവേറ്റുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വളരെ സ്നേഹിതരാണ്. കാരണം എന്താ, തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ, അതൊക്കെ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ സ്നേഹബന്ധം ശാശ്വതമായിട്ട് നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് തയ്യാറായാൽ അത് കീപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ കുമ്പസാരത്തിൽ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, വൈദികൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപ് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രതിജ്ഞ എടുത്താലും പലപ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്ന ഒരവസ്ഥ വരാറില്ലേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ? നമുക്ക് ചിന്തിച്ചു നോക്കാം. എന്നാൽ എൻ്റെ അടുക്കൽ വരുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്ത് തീരുമാനമെടുക്കുക. ദൈവമേ, അടുത്ത കുമ്പസാരം വരെ ഞാനത് ചെയ്യില്ല, അതിന് തൊട്ടടുത്തുള്ള കുമ്പസാരം വരെ ഞാൻ ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനങ്ങളെടുത്ത് ദൃഢമായ പ്രതിജ്ഞയെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുക. ദൃഢമായൊരു പ്രതിജ്ഞ ദൈവസന്നിധിയിൽ എടുക്കുവാൻ സാധിക്കുക. നല്ലൊരു കുമ്പസാരം നടത്തുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.